മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മളൊരു ഉപാസന അല്ലെങ്കിൽ രുദ്രാക്ഷം ധരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കഥ കേൾക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ ഇന്ന് ധന്വന്തരി ഹോമത്തെക്കുറിച്ചും ഗുരുജിയുടെ ഉപാസനയെക്കുറിച്ചിട്ടുള്ള ഒരു എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. മറ്റൊരു അനുഭവ കഥ. എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം സൂര്യ. ഞാനിന്ന് ഉപാസനാബലവും ഉപാസനാബലം മൂലം നമുക്ക് കാണാൻ പറ്റുന്ന പല കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്നിവിടെ സ്പർശിക്കുന്നത്. ഇതും എൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ കൽക്കട്ടയിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ആത്മസുഹൃത്തുണ്ട്, ഫാമിലി സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ ഒറീസയിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഈ ക്യാൻസർ വന്നിട്ട് വളരെ ദാരുണമായിട്ടിരിക്കുന്ന, വളരെ പരിതാപകരമായിട്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ്. അപ്പോൾ എൻ്റെ ഈ സുഹൃത്ത് കൽക്കട്ടയിലുള്ള അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ ഇങ്ങനെയാണ്. അപ്പോൾ ഡോക്ടർ ഇനി മരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ചെയ്യാവുന്നതിൻ്റെ പരമാവധി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. അപ്പോൾ ഇനി അതിനു വേണ്ടി മരുന്നില്ല, അന്ന് ഇനിയും ക്യാൻസറിന് വേണ്ടി പുതുതായിട്ടൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ലാസ്റ്റ് മരുന്ന് ജ്യേഷ്ഠ സഹോദരന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലിത് ഭേദമായില്ലെങ്കിൽ പിന്നെ വേറെ മരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ 2-3 മാസം കൂടിയുള്ള മരുന്നേ ഇനി ഇത് നിലനിൽക്കുകയുള്ളൂ, അതിനുശേഷം നിങ്ങൾ ഇപ്പോഴേ വീട്ടിൽ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു ഇനി 3 മാസം. ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു, ആയുസ് ഇല്ല, 3 മാസത്തെ ആയുസ് ഉള്ളൂ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇദ്ദേഹം, ഈ അനിയൻ, വളരെ വിഷമത്തോട് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നെ മോനും ചേട്ടാ എന്നാണ് വിളിക്കുക. അപ്പോൾ ചേട്ടാ, ഇതുപോലെ ജ്യേഷ്ഠൻ ഇങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. ജ്യേഷ്ഠൻ്റെ നക്ഷത്രവും പേരും പറയാൻ പറഞ്ഞു. അങ്ങനെ നക്ഷത്രവും പേരും പറഞ്ഞു. ഞാനന്ന് ഈ കവടിദാനമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കാലഘട്ടത്തിലൊന്നും. ഞാൻ രാശിയൊന്നും എടുക്കാറില്ല, ഉപാസനയിൽ കൂടിയാണ്. അപ്പം ഞാൻ എൻ്റെ ഭഗവാന്റെ വിളക്ക് തെളിച്ചു. അദ്ദേഹം എൻ്റെ പുറകിലിരുന്നു. അദ്ദേഹം കുടുംബസമേതമാണ് വന്നത്. ഞാൻ വിളക്ക് തെളിച്ച് ഞാൻ ഇരുന്നു. എൻ്റെ ഉപാസനാമൂർത്തികളോട് ഞാൻ ചോദിച്ചു, എന്താണ് അടുത്ത പോം വഴി? എനിക്കൊന്നും അറിയില്ല. ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഇന്ന നക്ഷത്രം, ഈ പൃഷ്ടാവിൻ്റെ പേര് ഇന്ന നക്ഷത്രമാണ്. അപ്പം ഈ വ്യക്തിക്ക് ഇനിയും ആയുസ്സുണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാനോട് ചോദിച്ചു. ഭഗവാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തന്നത്, ഇദ്ദേഹത്തിന് ആയുസ്സുണ്ട്. പക്ഷേ എന്ത് ചെയ്യണം? ഇപ്പോൾ ആയുസ്സുണ്ടെന്ന് കണ്ടപ്പോൾ അതിനെന്താണ് ഞാൻ പരിഹാരം ചെയ്യേണ്ടത്? വേറെ ഒന്നും വേണ്ട. ധന്വന്തരി ഹോമം, ധന്വന്തരി കഷായം, ഇത് എനിക്ക് ഉൾവിളി മാതിരി എനിക്ക് വന്നു. ഇപ്പം ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ അനിയനോട് ഞാൻ പറഞ്ഞു, ഇന്ന മാതിരിയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, ചേട്ടാ പറഞ്ഞോട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒറീസയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യുക, നോക്ക് അവിടെ എവിടെയെങ്കിലും. അപ്പം എന്നോട് പറഞ്ഞു, നാട്ടിൽ പോകാനിരിക്കുകയാണ്, വയ്യാത്തത് കൊണ്ട്. ഇനിയിപ്പോൾ അവിടെ ചികിത്സ ഇല്ലല്ലോ, നാട്ടിൽ കൊണ്ടുവരാനിരിക്കുക. അപ്പം മാവേലിക്കര ആ പ്രദേശത്ത്, ആ ഭാഗത്താണ് താമസം. അപ്പം നാട്ടിൽ കൊണ്ടുവരികയാണ്. നാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞ ഈ ധന്വന്തരി ഹോമം, ധന്വന്തരി കഷായം, അതാരെങ്കിലും നല്ലൊരു കർമ്മിയെ വിളിച്ചിട്ട്, അതായത് പൂജ വിധി ചെയ്യുന്ന നല്ല കർമ്മി. അപ്പം എന്നോട് ചോദിച്ച്, ചേട്ടൻ്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് നാട്ടിൽ വിളിച്ച് ചോദിച്ചു. ഞാൻ വേറെ ആരെയല്ല ചോദിച്ചത്, ഈ ഭാർഗവപിള്ള എൻ്റെ ഗുരുവിനെ തന്നെയാണ് വിളിച്ച് ചോദിച്ചത്. ഭാർഗവപിള്ള ചേട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ശിഷ്യൻ, പ്രഥമ ശിഷ്യൻ. അപ്പം ഞാൻ ഭാർഗവപിള്ള ചേട്ടനെ വിളിച്ച് ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്കൊരു ധന്വന്തരി കഷായം, ധന്വന്തരി ഹോമം നമുക്ക് ചെയ്യേണ്ടതായിട്ട്, ചേട്ടൻ്റെ പക്കൽ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ എന്നോട് പറഞ്ഞു, തീർച്ചയായിട്ടും നമുക്കൊരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഹരികുമാർ എന്നുമാണ് ഞാനിവിടെ സൂചിപ്പിക്കാം. എന്നുവെച്ചാൽ വലിയൊരു കർമ്മം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു കർമ്മിയുണ്ട്, നമുക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോയി നമുക്കത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മാവേലിക്കര അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, അവിടെ പോയി അതിനുശേഷം ധന്വന്തരി
ചാർത്തുണ്ടാക്കി ധന്വന്തിരി ഹോമം ഓ അവർ 4-5 കർമ്മികൾ പോയിട്ട് ആ അവിടെ ധന്വന്തിരി ഹോമം ചെയ്തു. ആ ധന്വന്തിരി കഷായം ഉണ്ടാക്കി ഉം. ഇദ്ദേഹത്തിനെ ധന്വന്തിരി കഷായത്തിൽ കുളിപ്പിച്ചു. ഓ ഓ ഓ കുളിപ്പിച്ച് ധന്വന്തിരി ഹോമം ആ വീട്ടിൽ വെച്ച് ചെയ്തു. ഇദ്ദേഹത്തിന് ആ ധന്വന്തിരി ഹോമത്തിന്റെ മുഴുവൻ പുകയും ഇദ്ദേഹത്തിനെ കൊള്ളിച്ച് ആ 2012 തോന്നുന്നു ആ ആ ഈ സംഭവം നടക്കുന്നത്. ഇപ്പം 1 വർഷം മുന്നേ, 1 വർഷമല്ല, ഇപ്പോൾ ഒരു 3 മാസം മുന്നേ ഇദ്ദേഹം ഗുരുവായൂരിൽ വന്നിരുന്നു. എന്നെ വന്ന് കണ്ടു. അതായത് ഈ 3 മാസം ആയുസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ 2025 ജീവിച്ചിരിപ്പുണ്ട്. എത്ര വർഷം കഴിഞ്ഞു? അത് എത്ര 13 വർഷം. 13 വർഷം ധന്വന്തിരി ഹോമം നടത്തി ധന്വന്തിരി കഷായം ഉപയോഗിച്ച് അല്ലേ? അതെ. അതൊരു ആ വ്യക്തി വല്ലാത്തൊരു ഇന്നും സംഭവം. ഭഗവാന്റെ കൃപ കൊണ്ട് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇന്നും ഉണ്ട്. ഇതെല്ലാം ഉപാസന കൂടി കാണുന്ന കാര്യങ്ങളാണ്, പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അടുത്ത എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നന്ദി, നമസ്കാരം. നമ്മളറിയാത്ത നമ്മളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സംഭവങ്ങൾ, അതായത് ഉപാസനയും പ്രാർത്ഥനകളിലൂടെയും അതുപോലെ തന്നെ സയൻറ്റിഫിക്കായിട്ട് അതിൻ്റെ മറ്റൊരു ആസ്പെക്റ്റിലൂടെയും നമുക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണിത്. ഇതുപോലുള്ള തീർച്ചയായും അനേകം കഥകളിലൂടെ നമുക്ക് കടന്നു പോകാനുണ്ട്. ഒരുപാട് കഥകളിലൂടെ കടന്നു പോകാനുണ്ട്. വീണ്ടും അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.